നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ മന്ത് എൻഡ് ആവുമ്പോൾ എത്ര ബാലൻസ് ഉണ്ടാകും? 0 അല്ലെങ്കിൽ മൈനസ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്നു, പക്ഷേ പൈസ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല. ഇതിനൊരു ഫിക്സ് ഉണ്ട്. 2025 ഒരു ആപ്പ് ഉപയോഗിച്ച് ഒരു ഓർഡിനറി മലയാളി ഫാമിലി അവരുടെ മന്ത്ലി സേവിങ്സ് 47% വരെ ഇൻക്രീസ് ചെയ്തു. എക്സ്ട്രാ ജോബില്ല, സാലറി റൈസ് ഇല്ല, ഒരേ ഇൻകമിൽ. ഈ ആപ്പ് ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങളുടെ പൈസയുടെ കൺട്രോൾ നിങ്ങളുടെ കൈകളിൽ തരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങൾ ഈ മാസം സ്വിഗ്ഗിയിൽ, ആമസോണിൽ, OTT സബ്സ്ക്രിപ്ഷൻസ് ഇതിലൊക്കെ കൂടി എത്ര ചിലവാക്കി കാണും? ഒരു ഐഡിയ ഒന്നും ഇല്ലല്ലേ? അതാണ് ഫിനാൻഷ്യൽ ബ്ലൈൻഡ്നെസ്. ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ട്രാക്ക് ഇല്ലാതെ മണി ജസ്റ്റ് ഡിസപ്പിയേഴ്സ്. പക്ഷേ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടോ, സെയിം സാലറി, പക്ഷേ അവർ വെക്കേഷനിൽ പോകുന്നുണ്ട്, സേവിങ്സ് ഉണ്ട്, മന്ത് എൻഡ് ആവുമ്പോൾ പാനിക് ആവുന്നില്ല. അവർക്ക് ഒരു സീക്രട്ട് ഒന്നുമില്ല, ബട്ട് അവർക്കൊരു സിമ്പിൾ ഹാബിറ്റ് ഉണ്ട്. അതാണ് അവർ മണി ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കും ആ സിമ്പിൾ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് റിസർച്ച് നോക്കാം. RBIയുടെ ഡാറ്റ പ്രകാരം ആവറേജ് ഇന്ത്യൻ ഫാമിലിയുടെ ഇൻകമിൻ്റെ 38% അൺനെസസറി എക്സ്പെൻസിലാണ് പോകുന്നത്. ട്രാക്ക് ചെയ്താൽ അതിൻ്റെ 60% നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ സ്റ്റഡി, പീപ്പിൾ ഹു ട്രാക്ക് എക്സ്പെൻസസ് സേവ് 2.4x മോർ ദാൻ ദോസ് ഹു ഡോണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ പൈസ സേവ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ആപ്പാണ്. ഈ ആപ്പ് ഞാൻ ഓൾമോസ്റ്റ് 1.5 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് ആപ്പ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ബട്ട് ഐ ആം പേഴ്സണലി യൂസിങ് ഇറ്റ്. സോ എനിക്ക് നിങ്ങൾക്കും അത് പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. ഈ ആപ്പിൻ്റെ പേരാണ് മണി മാനേജർ എക്സ്പെൻസ് ട്രാക്കർ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. സോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യണം. ജസ്റ്റ് കണ്ടിന്യൂ. സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു ഫ്രീ ആപ്പാണ്. എല്ലാം സ്കിപ്പ് അടിക്കുക. സോ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ നിങ്ങളുടെ ബഡ്ജറ്റ് എൻട്രി ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ടോട്ടൽ ഒരു എമൗണ്ട് ഞാനിവിടെ സേവ് ആക്കും. ഇപ്പം 25,000 എന്ന് വെച്ചാൽ ഇവിടെ 25,000 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റ് 25,000 ഇവിടെ കാണിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ എക്സ്പെൻസും ഈ പ്ലസ് ബട്ടൺ എടുത്തിട്ട് ഇവിടെ എൻട്രി ചെയ്യുക. ഇപ്പോൾ 250 കാറ്റഗറി, കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബിൽസ് ആൻഡ് യൂട്ടിലിറ്റീസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റീചാർജ് എന്ന് കൊടുക്കുന്നു ഇവിടെ. എന്നിട്ട് ഇവിടെ സേവ് ആവുക. ഇവിടെ ഉണ്ടാവും ഈ ബട്ടണില്ല, ഇത് ഞെക്കിയാൽ ഇത് സേവ് ആവും. അപ്പോൾ ഇവിടെ സ്പെൻഡിങ് 250 വന്നു. ഓക്കെ, ഈ 25,000 നിന്ന് 250 കുറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻകം, ഇഫ് യു ആർ എ ബിസിനസ് മാൻ, നമ്മൾ ഇൻകം ഇങ്ങനെ ഒരു ഫിക്സ്ഡ് അല്ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻകമും ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും. സോ യു ഗോട്ട് 10,000 rupees. 10,000 ഇവിടെ അടിച്ചിട്ട് ഇൻകം എന്ന് സെലക്ട് ചെയ്യാം മേലെ. എന്നിട്ട് കാറ്റഗറി സാലറി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സോൾഡ്, നിങ്ങൾ എന്തെങ്കിലും വിറ്റോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ സാലറി സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കമ്മീഷൻ എന്ന് കൊടുത്തു. ഇത് റീമാർക്സ് ആണ്, നമ്മൾ എന്തിനാണ് സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇൻകം വന്നത് എന്ന് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻകം 10,000 ആയി. സോ ഇത് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ. നിങ്ങൾ 2-3 ദിവസം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും. ആൻഡ് ഇതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യൂസ് ഇറ്റ് ഫോർ ട്രാക്കിംഗ് യുവർ മണി.
സോ ഞാൻ എൻ്റെ ബാങ്കൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ എൻ്റെ ഇൻകം ട്രാക്ക് ചെയ്യും, അതുപോലെ തന്നെ എൻ്റെ ബഡ്ജറ്റും ഇവിടെ കൊടുക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലാവും എൻ്റെ എത്ര ബാലൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ എന്നുള്ളത്. ഇപ്പോൾ ചില പേര് പറയും എനിക്കിത് ഡെയിലി ട്രാക്ക് ചെയ്യാൻ ടൈമില്ല എന്ന്. ഞാൻ ചെയ്യുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആ ദിവസത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഞാൻ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും നോക്കിയിട്ട് അതിലേക്ക് എൻട്രി ആകും. ഇറ്റ് ടേക്സ് ഓൺലി 5 minutes. ഒരു കോഫി കുടിക്കുന്ന ടൈമേ വേണ്ടൂ. ഇതിലാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ കിടക്കുന്നത്.